ഞാനീ പറഞ്ഞ പോലെ ഈശോനെ ഞാൻ അറിയുന്ന ഒരു സമയം 2018 ഒക്ടോബർ മാസത്തിലാണ്. ഈ ഒരു മാസത്തിൽ തന്നെയാണ്. അതായത് ഒരു ലീഡർഷിപ്പിൻ്റെ ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. ലീഡർഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആ ഒരു പ്രോഗ്രാമിൽ ഞാൻ പങ്കെടുത്ത് ഏകദേശം ഒരു 3 ദിവസത്തെ പ്രോഗ്രാമായിരുന്നു. 3 ദിവസത്തെ പ്രോഗ്രാം കഴിഞ്ഞ് ലാസ്റ്റ് ഡേ, പ്രോഗ്രാമിൻ്റെ ലാസ്റ്റ് ഡേ ആണ് ഞാനിനി തിരിച്ച് ചെല്ലേണ്ടത് എൻ്റെ പ്രേ ഗ്രൂപ്പിലേക്ക് തന്നെയാണ്. ഒന്നും അറിയാത്ത ഞാൻ, ഈശോയെ അറിയാത്ത ഞാൻ, ജീസസ് ഇത് എന്താണെന്നറിയാത്ത ഞാൻ എൻ്റെ പ്രേ ഗ്രൂപ്പിലേക്ക് പോകുമ്പോൾ ഉള്ള പ്രേ ഗ്രൂപ്പ് നശിക്കരുത്, അല്ലെങ്കിൽ ഉള്ള പ്രേ ഗ്രൂപ്പ് കുറച്ചും, അതായത് വലിയ അടിപൊളിയായിട്ട് പോകണമെന്നുള്ള കാര്യമൊന്നുമല്ല, എങ്കിലും ആ പ്രേ ഗ്രൂപ്പ് നിന്ന് പോവാതെ ഒരു വർഷം എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിമുട്ടി പോകണം. അതിനെന്താ ഞാൻ ചെയ്യേണ്ട കർത്താവ്, എനിക്കറിയാൻ പാടില്ല എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് ഞാൻ കർത്താവിൻ്റെ അടുത്ത് പറയുന്നത്. ഈ ചേട്ടന്മാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയായിരിക്കാം, എൻ്റെ കഴിവ് നിനക്കറിയാലോ, എൻ്റെ കഴിവൊന്നും എനിക്കില്ല, പക്ഷേ നീ എന്നെ കൊണ്ടുപോവുകയാണെങ്കിൽ എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടതെന്നാണ് ഞാൻ ചോദിച്ചത്. ഒരു അഡോറേഷൻ ടൈമായിരുന്നു. ഈശോനെ ഇങ്ങനെ എഴുന്നള്ളിച്ച് വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയങ്ങളിൽ ഞങ്ങളെല്ലാവരും ഇങ്ങനെ ബ്ലെസ് ചെയ്യാനായിട്ട് ഇങ്ങനെ മുട്ടുകുത്തി ഇങ്ങനെ നിർത്തിയിരിക്കുന്ന സമയം. അപ്പോൾ ആ സമയത്ത് അങ്ങനെ MC ചെയ്യുന്ന ചേട്ടൻ, ആ ചേട്ടൻ പറഞ്ഞായിരുന്നു, നിങ്ങളുടെ കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ ഈശോയ്ക്ക് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് തന്നെ എൻ്റെ മൈൻഡിലേക്ക് വന്നത്, എനിക്ക് കോൺസെൻട്രേഷൻ തീരില്ലാത്ത ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഒന്നിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പഠിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ എന്തെങ്കിലും ഒരു കാര്യം ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അതിനെ തന്നെ മീൻസ് അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല. ഇപ്പോൾ കുർബാനയ്ക്കൊക്കെ പോവുകയാണെങ്കിൽ തന്നെയും പള്ളിയുടെ അകത്തായിരിക്കുമ്പോഴൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും പുറത്തേക്കൊക്കെ എന്തെങ്കിലും വരുവാണെങ്കിൽ ജസ്റ്റ് പെട്ടെന്ന് ശ്രദ്ധ മാറും. പിന്നെ കുർബാനയിൽ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. ഒരു ഞാൻ അച്ഛൻ്റെ ഭംഗി അല്ലെങ്കിൽ അച്ഛൻ്റെ ഡ്രസ്സിൻ്റെ കളർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ഇരുന്നാറുണ്ട്. അപ്പോൾ ഞാൻ ഈശോയുടെ അടുത്ത് പറഞ്ഞു, ഈശോ എനിക്ക് കോൺസെൻട്രേഷൻ കിട്ടണം, അതായത് ഇവിടെ നടക്കണ ഒരു കാര്യം ഞാൻ അറിയാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ വിശ്വസിക്കാം ദൈവം ഉണ്ട്, എന്നെ കൊണ്ടു നടക്കുന്ന ദൈവമാണ്, എന്നെ ഇവിടെ വിളിച്ചു കൊണ്ടുപോകുന്നത് ആ ദൈവത്തിൻ്റെ ഒരു പ്ലാനൊക്കെ അനുസരിച്ചാണ് ഞാൻ വിശ്വസിക്കുക എന്ന് പറയും. അങ്ങനെ ഞാൻ ഈശോയുടെ അടുത്ത് പറഞ്ഞു, ഇവിടെ ഒരു കാര്യം നടക്കുന്നത് ഞാൻ അറിയാൻ പാടില്ല. അപ്പോൾ ഞാൻ ശരിക്കും പറയുകയാണ്, ഞാൻ ഈശോയുടെ അടുത്ത് ബെറ്റ് വെച്ചു. നമ്മളൊരു ബെറ്റ് വയ്ക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ സിസ്റ്റർ ഞാനും ബെറ്റ് വയ്ക്കുകയാണ്. അപ്പം ഞാൻ സിസ്റ്ററിൻ്റെ ഭാഗം സിസ്റ്റർ ക്ലിയർ ആക്കണം, എൻ്റെ ഭാഗം ഞാൻ ക്ലിയർ ആക്കും. അങ്ങനെയുള്ള നമ്മൾ സാധാരണ ബെറ്റ് വയ്ക്കുക. അപ്പോൾ ഞാൻ എൻ്റെ ഭാഗം ക്ലിയർ ആക്കാനായിട്ട് ആ ചേട്ടന്മാർ പറഞ്ഞ പോലെ അങ്ങനെ സ്തുതിക്കാൻ തുടങ്ങി. യേശുവേ ആരാധന, ഹല്ലേലൂയ സ്തുതിക്കാൻ തുടങ്ങി. ജീവിതത്തിൽ വന്നപ്പോൾ തൊട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ് സ്തുതിപ്പ് എന്നുള്ളത്. പ്രൈസ് ആൻഡ് വർഷിപ്പ് എന്തായാലും പ്രേ ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അപ്പോൾ നേരെ ഞങ്ങളിങ്ങനെ ഞാനും സ്തുതിച്ചു തുടങ്ങി. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ സ്തുതിപ്പിൻ്റെ സൗണ്ട് കൂടി, ഹല്ലേലൂയ യേശുവേ ആരാധന എന്ന് പറയുന്ന സൗണ്ട് കൂടി. അപ്പോൾ ഞാൻ വിചാരിച്ചു നല്ല ഓളാണ്, എല്ലാവരും സ്തുതിച്ചുകൊണ്ടിരിക്കുക. വളണ്ടിയേഴ്സും കുറേ ചേട്ടന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു നല്ല സ്തുതിച്ച് ഭയങ്കര പരിചയമുള്ളവരാണ്. ഞാൻ വിചാരിച്ചു ആ ഒരു ഓളത്തിൽ നിന്ന് സ്തുതിക്കേണ്ടതാണ്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ സ്തുതിപ്പ് ഹല്ലേലൂയ എന്ന് പറഞ്ഞതിന് പകരമായിട്ട് ശിരിയ ഹല ശരാരാശ അങ്ങനെ ഭാഷകൾ മാറാൻ തുടങ്ങി. അപ്പോൾ നൈസായിട്ട് കിളി പോയി തുടങ്ങി, എന്താണെന്ന്. കാരണം ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്, ഇത് എന്താ സംഭവം എന്ന് അറിയത്തില്ല. അപ്പം അങ്ങനെ ഒരു സംഭവം വന്നപ്പോൾ ഞാനങ്ങനെ ഇങ്ങനെ പിന്നെ ഞാൻ ഒന്നും നോക്കിയൊന്നുമില്ല, പോണ വഴി പോട്ടെ, എന്താണെന്ന് അറിയത്തില്ലല്ലോ, നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടു, പുള്ളിക്കാരൻ്റെ കാര്യം ആളെന്ന് ചെയ്യട്ടെ എന്ന്. അങ്ങനെ ഇങ്ങനെ ആ ഒരു ഭാഷ മാറി തുടങ്ങി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തണുപ്പ് ഫീൽ ചെയ്യാൻ തുടങ്ങി, ഭയങ്കരമായിട്ട് തണുപ്പ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യണു, തല മുതൽ കാല് വരെ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നും കേൾക്കുന്നുണ്ടായില്ല, ഒന്നും കേൾക്കുന്നില്ല, അവിടെയുള്ള സൗണ്ടുകളൊന്നും കേൾക്കുന്നില്ല. ഞാൻ ഇങ്ങനെ കൈകൂപ്പി ഇങ്ങനെ മുട്ടുകുത്തി നിൽക്കുവാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല. എൻ്റെ 2 കണ്ണും ഞാൻ തുറക്കാൻ ശ്രമിച്ചു, പക്ഷെ പറ്റുന്നില്ല. എൻ്റെ കൈ കൂപ്പി പിടിച്ചത് എനിക്ക് മീൻസ് അതിങ്ങനെ വിടർത്താൻ പറ്റുന്നില്ല, അങ്ങനെ ഒരു അവസ്ഥ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നും അറിയാൻ പറ്റുന്നില്ല, അവിടെ നടക്കുന്ന സംഭവങ്ങൾ എന്താണ്. എൻ്റെ മൊത്തം പോയി, അത് ആദ്യമേ തന്നെ പോയി, ഫസ്റ്റ് തന്നെ പോയി ആദ്യം തന്നെ. അതായത് ഈ ഒരു ഭാഷാവരത്തിൻ്റെ സംഭവത്തിൽ, ഭാഷാവരത്തിന് ഞാൻ ഇപ്പോഴാണ് കേട്ടോ അത് മനസ്സിലാക്കണം, അന്ന് അതൊന്നും അറിയുന്നില്ല. പക്ഷെ ആ ഒരു സംഭവം വന്നപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവിടെ നിന്ന് തൊട്ട് എൻ്റെ കയ്യിൽ നിന്ന് പോയി കാര്യം. പക്ഷെ പിന്നെ എന്നെ കൊണ്ട് പോവായിരുന്നു. കണ്ണ് തുറക്കാൻ പറ്റാത്ത അവസ്ഥ, കൈ ഇങ്ങനെ കൂപ്പി പിടിക്കാൻ പറ്റാത്ത അവസ്ഥ, അതുപോലെ ഒന്നും കേൾക്കാൻ പറ്റാത്ത അവസ്ഥ. പിന്നെ കുറച്ച് നേരം അങ്ങനെ പോയി, എത്ര സമയം പോയി എന്നൊന്നും അറിയത്തില്ല. പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ഒരു കസേരകളൊക്കെ റീഅറേഞ്ച് ചെയ്യുന്ന ഒരു സൗണ്ട് കേട്ടിട്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ കണ്ണ് തുറക്കുന്നത്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഞങ്ങളൊരു 60ഓളം പേര് പാർട്ടിസിപ്പൻസ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 30 ആയിട്ട് ഫേസ് ടു ഫേസ് ആയിട്ടാണ് ഇങ്ങനെ മുട്ടുകുത്തി ഇങ്ങനെ അച്ഛൻ ബ്ലസ് ചെയ്യാനായിട്ട് നിർത്തിയത്, പരിശുദ്ധാത്മാവിൻ്റെ അനോയിൻറ്റിങ്ങിന് വേണ്ടിയിട്ട്.
അപ്പം ഏകദേശം ഒരു 15ാമത്തെ ആൾ കഴിഞ്ഞാണ് ഞാൻ നിൽക്കുന്നത്. എൻ്റെ കഴിഞ്ഞ ഏകദേശം ഒരു 40-45ഓളം പേരുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും ബ്ലസ് ചെയ്ത് കഴിഞ്ഞു. അച്ഛൻ ഓട്ടോമാറ്റിക്കലി ഇവരൊക്കെ ബ്ലസ് ചെയ്തു, എന്നെയും ബ്ലസ് ചെയ്തിട്ടുണ്ടാവണം, എനിക്കറിയത്തില്ല. അത് കഴിഞ്ഞ് അഡോറേഷൻ ക്ലോസ് ചെയ്തു. അഡോറേഷൻ ക്ലോസ് ചെയ്ത് എല്ലാം കഴിഞ്ഞ് ഒരു ഡിന്നറിന് വേണ്ടിയിട്ട്, നൈറ്റ് അവർ ഏകദേശം ഒരു 7 മണി ആ സമയമാണ്. അപ്പോൾ ഡിന്നറിന് വേണ്ടിയിട്ട് എല്ലാവരും വിടാൻ വേണ്ടി കസേരകൾ സൈഡിലേക്ക് സ്റ്റാക്ക് ചെയ്ത് വെച്ചായിരുന്നു. അത് അറേഞ്ച് ചെയ്യുന്ന ഒരു സൗണ്ട് കേട്ടിട്ടാണ് ഞാൻ പെട്ടെന്ന് ചെയ്യുന്നേക്കുന്നത്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മാത്രം മുട്ടുകുത്തി ചുമരുമ്പോൾ നോക്കി കൈകൂപ്പി നിൽക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത്, എങ്ങനെയാ ഒന്നുമില്ല. എനിക്ക് ഒരൊറ്റ ചിന്തയുള്ളൂ, ഈ നടന്ന കാര്യം എല്ലാവരുടെ അടുത്തും പറയണം, അല്ലെങ്കിൽ അത് ശരിയാവില്ല, ഇല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകുന്നുള്ള ചിന്തയാണ്. ഞാൻ അപ്പോൾ തന്നെ വേഗം പോയി. എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ ഞാൻ എന്നാലും ഉള്ളിൽ ഒരു സാധനം ഇങ്ങനെ കിടന്ന് കത്തണ കാരണം അതെങ്ങനെ എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. അത് അപ്പോൾ ഞാൻ നേരെ ഫ്രണ്ടിൽ പോയി എന്നിട്ട് ചേട്ടൻ്റെ അടുത്ത് ചേട്ടൻ എനിക്ക് ഒരു അനുഭവം ഉണ്ടായിട്ട് പറയണം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു പ്രോഗ്രാം അത്രയും പാക്കഡ് ആടാ, സമയമില്ല, ഇന്നലെയൊക്കെ ഉണ്ടെങ്കിൽ നിനക്കത് പറയായിരുന്നു, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വിഷമമായി. പക്ഷെ എന്നിട്ട് ഞാൻ സീറ്റിൽ വന്നിരുന്നു. പക്ഷെ എനിക്കൊരു സംഭവം എന്തായാലും പറയണം, എല്ലാവരുടെ അടുത്തും പറയണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഞാനിങ്ങനെ ഈ ഒരു പ്രോഗ്രാം അവരെ ബ്രേക്കിന് വിടുന്ന ഒരു സമയത്ത് ഞാൻ എഴുന്നേറ്റ് നിന്ന് ഞാൻ ക്ലാപ്പ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു എനിക്കൊരു കാര്യം പറയാണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കൂടെ എൻ്റെ പ്രോഗ്രാമിൻ്റെ കൂടെ പാർട്ടിസിപ്പൻ്റ് ആയിട്ടുള്ള ഒരു കുട്ടി, അവൾ പറഞ്ഞു ഓക്കെ അവനെന്താ പറയാനുള്ളത് കേൾക്കാന്ന് പറഞ്ഞാൽ എന്നെ സപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഞാനിങ്ങനെ എഴുന്നേറ്റ് നിന്ന് എന്നെ ചുറ്റും ഒരു 30 പേര് എൻ്റെ ചുറ്റും ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ ഞാൻ അവരുടെ മുമ്പിൽ വെച്ച് എനിക്കുണ്ടായ ഒരു അനുഭവം പറഞ്ഞു. അത് ഭയങ്കരമായിട്ട് ഓക്കെ എക്സൈറ്റ്മെൻറ്റോട് കൂടി അങ്ങനെ പറയുന്നില്ല, പേടിച്ച് വിറച്ച് കയ്യും കാലൊക്കെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാനത് പറഞ്ഞു തീർത്ത് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ എന്നെ കുറേ ചേട്ടന്മാരൊക്കെ GC ചേട്ടന്മാരൊക്കെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് കൊണ്ടുപോയി. അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഈശോ തൊട്ടനുഭവം എന്ന് പറഞ്ഞാൽ, തൊട്ടെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിക്കും നമ്മൾ പൂച്ചക്കുഞ്ഞി ഇങ്ങനെ പിടിച്ച് എടുക്കത്തില്ലേ, അതുപോലെ ശരിക്കും എന്നെ പിടിച്ച് ചങ്കോട് ചേർത്തൊരു അനുഭവമാണ്.